PC ജോർജിനും ഷോൺ ജോർജിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മതനേതാക്കളെക്കുറിച്ച് മാന്യതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് സംസാരിക്കുന്നു. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല, അങ്ങനെ ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്നും മാർ ജോസഫ് കല്ലറങ്ങാട് പറഞ്ഞു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവര് മതനേതാക്കന്മാരെ കുറിച്ച് മാന്യതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ നാടുകളിലെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ ആരെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയുകയല്ല. ആരാണെങ്കിലും മതനേതാക്കന്മാർക്ക് അവരുടെ നേരെ മാന്യമല്ലാത്ത രീതിയിൽ പ്രതികരിക്കുന്നതും സംസാരിക്കുന്നതും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായം പറയുമ്പോൾ വിശ്വാസികളുടെ വികാരത്തെ മാനിക്കണം. അത് മാനിക്കാതെ നമ്മൾ സംസാരിക്കുന്നത് വലിയ തെറ്റാണ്. ചാനലുകൾക്ക് വേണ്ടി മാത്രം നമ്മൾ സംസാരിക്കരുത്. നമുക്കൊരു ചാനൽ ഭാഷ കയ്യടി അല്ലെങ്കിൽ ഒരു ചാനൽ സംഭാഷണ സംസ്കാരം സൃഷ്ടിക്കണം എന്ന കാര്യത്തിന് വേണ്ടി മാത്രം മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. ആരെങ്കിലും നമ്മൾ അത്തരം തെറ്റുകൾ സമൂഹത്തെ അറിയിക്കണം. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല, അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. രാഷ്ട്രീയ നേതൃത്വം സമുദായങ്ങളിൽ ഉണ്ടാകുന്നത് എന്നും സഭ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ യുവതിയിൽ നിന്ന് വളർന്നു വന്നത്. അതെല്ലാം നമുക്ക് സന്തോഷമാണ്, നമുക്ക് തൃപ്തിയാണ്. അവർ വഴി നമുക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. സഗൗരവം ആശയങ്ങൾ നിരത്തി സഭയിലൂടെ ആണ് അവർ വളർന്നതെന്നും അങ്ങനെ അവരുടെ ആശയങ്ങൾ വഴി ഈ രാജ്യത്തെ വളർത്താനായിട്ടുമാണ് അവർ ശ്രമിക്കേണ്ടത്. പതിറ്റാണ്ടുകളായിട്ട് തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിച്ചെടുത്ത പൊളിറ്റിക്കൽ ലെഗസി സ്വന്തമാക്കി നേടിയെടുത്ത ആളുകളൊക്കെ അവരുടെ ആ ഒരു ഐഡന്റിറ്റിക്ക് ചേരാത്ത വിധത്തിൽ നിൽക്കുന്നതും പറയുന്നതും സമീപിക്കുന്നതും തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സമയവും എല്ലാ മെത്രാന്മാരും വൈദികരും ന്യൂട്രലായിരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. മിണ്ടാപ്രാണികളായിരിക്കണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അത് ഈ റിപ്പബ്ലിക് ഡെമോക്രസിയിൽ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് വലിയ രാഷ്ട്രീയ വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകണ്ട. പക്ഷേ ആയിരക്കണക്കിന് വൈദികരും സമർപ്പിതരും മേലധ്യക്ഷന്മാരുമുള്ള ഈ സഭയിൽ മൂലയ്ക്ക് കൊണ്ടേയിരുത്തി മിണ്ടാപ്രാണികളായിരിക്കണം, ന്യൂട്രലായിരിക്കണം. ഇതൊക്കെ ആരോടാണ് സംസാരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് പറയുന്നത്? എപ്പോഴും നമ്മൾ ന്യൂട്രലായിട്ട് നിന്ന് നമ്മുടെ ഐഡന്റിറ്റി എല്ലാം നഷ്ടപ്പെടും. ഓൾവേസ് ന്യൂട്രൽ മീൻസ് ഓൾവേസ് ഇറലവൻസ്. നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല, ഒന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. ന്യൂട്രലായിരിക്കണം. അതൊന്നും നടപ്പുന്ന കാര്യമല്ല. അത് നടപ്പിലാക്കാൻ ആരും ചിന്തിക്കുകയും ചെയ്യരുത്. നമ്മുടെ രാജ്യം, നമുക്കുള്ള തനിമ, നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് പറയാനായിട്ടുള്ള അവസരം നൽകുന്നുണ്ട്. മാന്യമായ ഭാഷയിൽ അത് ആർക്കും പറയാവുന്നതാണ്. ആരോ എവിടെയോ രഹസ്യമായിട്ട് വോട്ടിൻ്റെ കാര്യം പറഞ്ഞു എന്നാണല്ലോ ഒക്കെ പറയുന്നത്. എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ചിന്ത, രഹസ്യമായിട്ട് എന്തിനാണ്? പരസ്യമായിട്ട് തന്നെ വോട്ട് ചോദിക്കാൻ നമുക്ക് അവകാശമില്ലേ? പരസ്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുന്നതിന് എന്തിനാണ് പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? നമ്മൾ സത്യം എന്താണെന്ന് കാണുകയും ആ സത്യത്തെ സധൈര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയുകയാണ്. തോമാ ചെയ്തത് അതാണല്ലോ. സ്വന്തം അപ്പനേക്കാൾ ബഹുമാനിക്കുന്ന ആളാണ് പിതാവെന്ന് ഷോൺ പറഞ്ഞു. നിലപാട് പറയുമ്പോൾ കോൺഗ്രസ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് സഭ ആലോചിക്കണം. ദീപികയ്ക്കെതിരായ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നും ഷോൺ വ്യക്തമാക്കി. പിതാവ്, ഞാൻ എൻ്റെ അപ്പനേക്കാൾ ബഹുമാനിക്കുന്ന ആളാണ് കല്ലറങ്ങാട്ട് പിതാവ്. പിതാവ് പറഞ്ഞ കാര്യങ്ങളിൽ പിതാവ് എന്ത് പറഞ്ഞാലും ഞാൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് പോലും ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് ആണ് ഞാൻ എൻ്റെ പാർട്ടിയോട് സമ്മതം അറിയിച്ചത്. അത്രയും ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്. പിതാവിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യം, ഇതിനെ ഒളിച്ചും പാത്തുമുള്ള നിലപാടെടുക്കേണ്ട കാര്യമില്ല. ഞാൻ അതിനെ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഒളിച്ചും പാത്തും ഫോൺ വിളിച്ചും മഠത്തിൽ പോയി ഒന്നും നിലപാട് സ്വീകരിക്കണം. സഭ പരസ്യമായ നിലപാട് സ്വീകരിക്കണം. അങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോൾ
ഏത് മുന്നണിയാണ്, ഏത് പാർട്ടിയാണ് സഭയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ആ സഭ പിന്തുണ പ്രഖ്യാപിക്കുന്ന പാർട്ടി എന്ത് നിലപാടാണ് സഭയ്ക്ക് വേണ്ടിയും സഭാവിശ്വാസികൾക്ക് വേണ്ടിയും ചെയ്തതെന്ന് പൊതുവായും ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ഒരു നിലപാടിനെ അങ്ങേയറ്റം ഞാൻ സന്തോഷത്തോടു കൂടി കാണുകയാണ്. ഞാൻ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി അതിനെ ബഹുമാനിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, ഇതിപ്പോൾ സഭയും BJPയുമായുള്ള തർക്കമല്ല, നേരിട്ട് സഭയും PC ജോർജും മകനുമായുള്ള തർക്കമാണ്. അത് പരിഹരിക്കേണ്ടത് BJPയുടെ കൂടി ബാധ്യതയെ വരികയാണ്. ഷോൺ ഇന്ന് സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് മയപ്പെട്ടിട്ടുണ്ട്. ഇതേത് തലത്തിലാണ് ഇപ്പോൾ സഭ കാണുന്നത്? രഞ്ജിത്ത്, എന്തായാലും ഷോൺ ഇന്ന് ആവർത്തിച്ചത് ഇത് BJPയുടെ നിലപാടല്ല, ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ താൻ തന്റെ നിലപാട് പറയുന്നതാണ് എന്നുകൂടി ഷോൺ അത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് കൃത്യമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ മാർ റാഫേൽ തട്ടിലിനെ മൗണ്ടിൽ പോയി കാണാനുള്ളൊരു തീരുമാനത്തിലാണ് ഈ ഷോൺ ജോർജ്. 4:30 ആ സന്ദർശനം. പിതാക്കന്മാരോട്, ഈ പാലാ ബിഷപ്പിനോട് പോലും തനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല, കാരണം തൻ്റെ പിതാവിനെ പോലെ കണക്കാക്കുന്ന ഒരാളാണ്, സ്വന്തം അപ്പനെ പോലെ കണക്കാക്കുന്ന ഒരാളാണ് പിതാവ്. പക്ഷേ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പറയുമ്പോൾ സഭയ്ക്ക് വേണ്ടി കോൺഗ്രസ് എന്ത് ചെയ്തു എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. ഹിജാബ് വിഷയത്തിലായിക്കോട്ടെ, മുരമ്പത്തിലായിക്കോട്ടെ, FCRAയിലായിക്കോട്ടെ, എന്താണ് ക്രൈസ്തവർക്ക് വേണ്ടി കോൺഗ്രസ് എടുത്ത നിലപാട് എന്ന് വ്യക്തമാക്കണം. അത് ആ ഒരു നിലപാട് കൂടി പ്രത്യക്ഷത്തിൽ പറയാൻ സഭ മുന്നോട്ട് വരണം, ആ ഒരു ധൈര്യം കൂടി സഭ കാണിക്കണം എന്നുകൂടിയാണ് ഷോൺ പറയുന്നത്. എന്തായാലും ഈ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് രാവിലെ വലിയ വിമർശനമായിരുന്നു PC ജോർജിനും മകൻ ഷോൺ ജോർജിനുമെതിരെ ഉയർത്തിയിരിക്കുന്നത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ സഭാ നേതൃത്വത്തെയും വൈദികരെയും അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് അനുവദിക്കാനാകില്ല. മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുള്ള ഇത്തരം കടന്നാക്രമണങ്ങൾ സഭ വെച്ചു പൊറുപ്പിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രാവിലത്തെ പരാമർശം. അതിന് മറുപടിയായാണ് ഷോൺ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏത് പരാമർശത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ താൻ മാനിക്കുന്നുണ്ട്. ഈ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടാണ് താൻ സംസാരിക്കുന്നത്, തൻ്റെ പിതാവിനെ ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിച്ചതിനാണ് പൂഞ്ഞാറിൽ തോൽപ്പിച്ചത്. ഇതെല്ലാം പറയുമ്പോൾ കൂടിയും എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിൻ്റെ നിലപാട്, FCRAയിലടക്കം എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്? പാർലമെന്റിൽ ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ MP-മാർ അതിനെ എതിർക്കാതിരുന്നത്? അതിലേക്കൊന്നും എന്താണ് ക്രൈസ്തവർ അല്ലെങ്കിൽ സഭ വിരൽ ചൂണ്ടാത്തതെന്ന് ആവർത്തിച്ച് ചോദിക്കുകയാണ് ഷോൺ ജോർജ്. എന്തായാലും ഈ ഒരു തർക്കത്തെ രമ്യമായി പരിഹരിക്കുക എന്ന് തന്നെയാണ് ഷോണിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിലും ഇന്നും ഒക്കെ പിതാക്കന്മാരെ കാണാനുള്ള, ജോസഫ് കല്ലറങ്ങാട്ടിനെ ഉൾപ്പെടെയുള്ളവരെ കാണാനുള്ള തീരുമാനത്തിലാണ് ഷോൺ നിലനിൽക്കുന്നത്. രഞ്ജിത്ത്, നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.